ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 47-ാം വാക്യം. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. ഒരു മുന്നറിയിപ്പ് ഈശോ നമുക്ക് നൽകുകയാണ്. നമ്മളൊക്കെ ആരാണ്? ഭൃത്യന്മാരാ, അല്ലെ? ദൈവത്തിന്റെ ഭൃത്യന്മാരാണ് നമ്മളെല്ലാവരും. ഭൃത്യനായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ യജമാനന്റെ ഹിതം നിറവേറ്റണം. എൻ്റെ യജമാനൻ ആരാണ്? എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തില് നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ ലക്ഷ്യം നമ്മൾ മറന്നുപോയി. ദൈവത്തിന്റെ ഹിതത്തെക്കാൾ ഉപരി നമ്മളൊക്കെ ഭൃത്യന്മാരാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ട് നമ്മളൊക്കെ അവകാശികളാണ്, നമ്മളൊക്കെ ഇതിന്റെ സ്വന്തക്കാരാണ് എന്ന ചിന്തയില് സ്വാർത്ഥതയോടുകൂടി ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങള് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ഇഷ്ടത്തിന്, യജമാനനായ എൻ്റെ പിതാവായ എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തില് സ്ഥാനം കൊടുക്കാതെ പോയി. അതാണ് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? യജമാനന്റെ ഹിതം അറിഞ്ഞിട്ട് അത് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായിട്ട് പ്രഹരിക്കപ്പെടും. ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് പ്രഹരം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ? ഞാൻ ആരുടെ ഇഷ്ടമാണ് നിറവേറ്റുന്നത്? എൻ്റെ യജമാനനായ എൻ്റെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഇന്നും ഞാൻ ജീവിക്കുന്നത് ഈ ലോക സുഖങ്ങളുടെ പിന്നാലെയാണോ? ഈ ലോകത്തില് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഞാൻ മുന്നോട്ട് പോകുന്നത്? ആണെങ്കിൽ ഒന്നോർത്തോണം, നിനക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ കഠിനമായിരിക്കും. കഠിനമായ പ്രഹരം നിന്റെ ജീവിതത്തില് നിനക്ക് ഏൽക്കേണ്ടതായിട്ട് വരും. നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നീ സാധിക്കണം. നിന്റെ ജീവിതത്തില് പാപത്തിൽ നിന്നകന്ന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ നിനക്ക് ശിക്ഷ ലഭിക്കേണ്ടതായിട്ട് വരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഒരിക്കലും ദൈവത്തിന്റെ ശിക്ഷ ഏൽക്കാനായിട്ട് ഇടയാവരുത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് യജമാനനായ എൻ്റെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ഒരു ഭൃത്യനെ പോലെ വളരെ സന്തോഷത്തോടുകൂടി അവ നിറവേറ്റുവാനായിട്ട്, ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.